ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വീട്ടിലിരുന്നിട്ടല്ലാട്ടാ. ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാന്നുള്ളതൊക്കെ സസ്പെൻസ് ആണ്, പതുക്കെ പറയാം. എന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഒരു ഹണിമൂൺ പോലും പോവാത്ത ഒരാളാണ് ഞാൻ. അതിന്റെ കോമ്പൻസേഷൻ ആയിട്ട് ഇപ്പൊ കുറച്ച് ട്രിപ്പുകളൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടാ. ഇപ്പോഴാണെങ്കിലും പോവാറുള്ളത് വൺ ഡേ ട്രിപ്പുകൾ തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രശാന്ത് ഏട്ടന്റെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ലോങ് ടൈം വേറൊരു സ്ഥലത്ത് പോയി താമസിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാറില്ല. അപ്പൊ നമ്മൾ ദേ വഴിയിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂടി കയറ്റിയിട്ടുണ്ട്. നമ്മുടെ രമ്യ ചേച്ചി, രമേശ് ഏട്ടൻ, മണിക്കുട്ടി. ഞാനും മണിക്കുട്ടിയായിട്ടുള്ള ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ആരാന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ മോളാന്ന്. ആ മണിക്കുട്ടി തന്നെ കേട്ടാ. ഈ രമ്യ ചേച്ചിയുടെയും രമേശന്റെയും മോളാണ് ആ മണിക്കുട്ടി. പ്ലീസ് നോട്ട്, ഇതെന്താ അടഞ്ഞ സൗണ്ടിൽ സംസാരിക്കണേന്ന് ചിന്തിക്കരുത്. തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിരിക്കുക. വേറൊന്നുകൊണ്ടല്ല, അവിടെ പോയി അടിച്ചു പൊളിച്ച് തിമിർത്തേന്റെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ട്രിപ്പുകളെ കുറിച്ചാണ്. ഞങ്ങൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ പോകുന്നിച്ചാലും ഞാൻ മിക്കതും വലിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത പകുതി ട്രിപ്പുകളൊക്കെ പോവാൻ പറ്റാണ്ട് ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രശാന്തേട്ടൻ എന്തെങ്കിലും തിരക്കുകൾ വരും. അപ്പൊ ഞങ്ങളുടെ കുടുംബം മാത്രം അതിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കും, ബാക്കി എല്ലാവരും പോകും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു പ്രശാന്തേട്ടനെയും കൊണ്ടേ ഫാമിലി ട്രിപ്പ് പോകുന്നുള്ള ഒരു തീരുമാനം നമുക്ക് മാറ്റാം. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഡൽഹി ട്രിപ്പ്. അങ്ങനെ ആ ട്രിപ്പിന് ശേഷം ഒരു വൺ ഡേ ട്രിപ്പ് അല്ലാതെ പോകുന്ന ട്രിപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഈ വഴികളൊക്കെ ഒന്ന് നോക്കി, എന്തൊരു ഭംഗിയാന്ന്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നറിയോ? മാമലക്കണ്ടം മരം റിസോർട്ട്. കുറെ മലകളും അരുവികളും പുഴകളുടെ ഒക്കെ ഇടയിലായിട്ട് ഒരു മലമുകളിലുള്ള റിസോർട്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് പ്രശാന്ത് ഏട്ടൻ ഒരു ട്രിപ്പിന് കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടാ. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം അത്. നമ്മൾ കേറി ചെല്ലുമ്പോ തന്നെ അവര് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടാ. നല്ല ഏലക്കായയുടെ മാലയൊക്കെ ഇട്ട് കളബൊക്കെ തൊടിയിപ്പിച്ചിട്ടാണ് കേട്ടാ നമ്മളെ വെൽക്കം ചെയ്യണേ. അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞവര് വളരെ നന്നായിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ആ റിസോർട്ട് മാത്രല്ല, അതിനെ ചുറ്റുപറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഭംഗിയാണ്. പോകുന്ന വഴി വരെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കേറി ചെല്ലുന്നത് ഇതുപോലത്തെ ഒരു ഏരിയയിലേക്കാണ് കേട്ടാ. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണതും അതുപോലെ തന്നെ ചായയും സ്നാക്സ് ഒക്കെ കഴിക്കുന്നതൊക്കെ ഈ ഏരിയയിലാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കുക, അങ്ങോട്ട് ഫുള്ള് മലനിരകളാണ്. പോരാത്തേന് ആ മലയിൽ നിന്ന് കോടയില്ലേ, കോട ഇറങ്ങണ സമയത്ത് കാണണം. എന്റെ ദൈവമേ, എന്തൊരു നല്ല വ്യൂ ആണെന്നറിയോ? നിങ്ങൾ എല്ലാവരും ഒരുപാട് റീൽസിലും ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം. ഇവിടെ പോയവർക്കൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങൾ ആ സ്ഥലം കണ്ടതും ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് എല്ലാ മലകളും അതിന് ചുറ്റുപാടുള്ള മരങ്ങളും കിളികളെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കണ്ട് അത് ആസ്വദിച്ച് നിൽക്കായിരുന്നു. അപ്പൊ അവര് കുറച്ച് വെറ്റിഷ്യും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ കൊണ്ടു തന്നു കേട്ടാ. അതൊരു സാധാരണ വെറ്റിഷ്യൂ ആയിരുന്നില്ല കേട്ടോ. അവര് തന്നെ ഏതോ ഒരു ലൈനിലിട്ട് വെച്ചിരുന്ന ഒരു വെറ്റിഷ്യൂ ആണ്. അതുകൊണ്ട് മുഖമൊക്കെ തുടയ്ക്കുമ്പോഴേ ഒരു ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടാ. എനിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ. ഒരുപാട് മലകളും കുന്നുകളും അതുപോലെ ഒരുപാട് മരങ്ങളും കോട ഇറങ്ങുന്നതും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടാ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഈ എല്ലാവർക്കും ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ പ്രശാന്ത് ഏട്ടൻ കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞത് എന്താന്നുള്ളത്. ഇതുപോലെ ഒരു സ്ഥലത്ത് ആരാ താമസിക്കാനോ പറയാ. ആ മരത്തിലെ ഒരു കിളീനെ ഞാൻ ജാനുവിനെ കാണിച്ചു കൊടുത്തതും അത് പറന്നു പോയിട്ടാ. ഞങ്ങൾ പറഞ്ഞ സമയത്തിനേക്കാളും കുറച്ച് നേരത്തെ അവിടെ എത്തി. അപ്പൊ ഞങ്ങൾക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ മെനു നോക്കി നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് പ്രീ ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് താഴത്തോട്ട് പോയിട്ടാ. അപ്പൊ അവിടെയാണെങ്കിലോ ഒരുപാട് പ്ലേ ഏരിയ ഉണ്ട് കേട്ടാ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കളിക്കാനായിട്ടേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ഫുട്ബോൾ കളി ഉണ്ടല്ലോ, ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അടിപൊളിയാ. ഞാൻ ആദ്യമായിട്ടാ കളിക്കണേ. അതങ്ങോട്ട് കളിച്ചു തുടങ്ങിയപ്പോഴേ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റണില്ല. എന്തോരം കളിച്ചിട്ടും അത് 2-3 തവണ ഗോൾ അടിക്കുകയും ചെയ്തേ. അപ്പൊ ഒരു ഹരം, അങ്ങനെ ആ ഹരം കയറി ഞങ്ങൾ എല്ലാരും കൂടി കളിക്കാണ് കേട്ടാ. അവിടെ ഉണ്ടല്ലോ ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, ഇതുണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കളിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് വന്നാലും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ഡൈനിങ് സ്പേസ് അവർ ശരിയാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പുറത്തോട്ട്. അപ്പൊ അതേ ഞങ്ങൾ ഗംഭീര മാച്ചിലാണ് കേട്ടോ. പ്രശാന്ത് ഏട്ടനും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗോളടിച്ച് ഞങ്ങളുടെ ടീം ജയിച്ചു, പ്രശാന്ത് ഏട്ടനെയും തോൽപ്പിച്ചു കേട്ടാ. അതാണ് ഞങ്ങളുടെ മുഖത്ത് ആ സന്തോഷം. ഇനി എന്തായാലും ഒരു ചെസ്സിലൊരു ഏറ്റുമുട്ടലാവാന്നും പറഞ്ഞ് പ്രശാന്ത് ഏട്ടനും മണിക്കൂട്ടിയും കുറെ നേരം ചെസ്സും പിടിച്ചു വന്നിരുന്നു കേട്ടാ. പ്രശാന്ത് ഏട്ടനാണെങ്കിലേ നല്ല കള്ളക്കളിയുടെ ആശാനാണ് കേട്ടാ. കുറച്ച് കളി അറിയാത്ത ആൾക്കാരെ കാര്യം കിട്ടിയാണ്ടല്ലോ ആള് നമ്മളെ തോൽപ്പിച്ച് അവിടെ ഇടും. ഞങ്ങള് വെട്ടുകളിയൊക്കെ കളിക്കും.
നമ്മുടെ കബഡി കളി വെട്ടുകളിയൊക്കെ ഇല്ലേ, അതൊക്കെ കളിക്കുമ്പോഴേ നല്ല കള്ളക്കളിയാ പ്രശാന്തേണ്. അതിനിടയിൽ മെനു കാർഡൊക്കെ നോക്കി വേണ്ട ഭക്ഷണമൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തു കൂട്ടാ. ഇനിയിപ്പോ ഭക്ഷണം ആവണ വരെ വീണ്ടും കളി തുടരാന്നും പറഞ്ഞിട്ട് പ്രശാന്തേട്ടനും രമേശ് ഏട്ടനും ഒന്ന് ഏറ്റുമുട്ടിയിട്ടാ. നല്ല മഴ വന്നപ്പോഴേ ഞാൻ പുറത്ത് ആ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കായിരുന്നു. അപ്പൊ അവിടേക്ക് പ്രശാന്തേട്ടനും എത്തിയപ്പോ ഞാനും പ്രശാന്തേട്ടനും പറയാ, എന്തു രസാല ചേട്ടാ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അവിടെ കുറെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട്, റംബൂട്ടാൻ, അയിനിച്ചക്ക, മുള്ളാത്ത, കുറെ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഉണ്ട്. പോരാത്തതിന് ഓറഞ്ച് വരെ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ടായി. ഞാൻ അതിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. മഴ കഴിഞ്ഞപ്പോ വീണ്ടും ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടാ. പിന്നെ ക്യാരംസിലേക്കാണ് കേട്ടാ പോയത്. രമ്യേച്ചിക്ക് രമേശ് ഏട്ടനെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങള് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കട്ടാ പ്രശാന്തേട്ടൻ. അങ്ങനെ ദേ ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര ഏറ്റുമുട്ടലിലാണ്. ഞങ്ങള് രണ്ടുപേരും ദേ ഇവിടെ ഫുട്ബോൾ കളിയിലാണ് കേട്ടാ. നേരത്തെ ഞാൻ ചേട്ടനെ കുറെ തോൽപ്പിച്ചല്ലോ, അപ്പൊ അതിന് പകരം വീട്ടാൻ വേണ്ടി ചേട്ടൻ കളിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ സ്പീഡ് കൂടുമ്പോ ടെൻഷൻ ആവുക. സെൽഫ് ഗോൾ അടിച്ചു ഒരു തവണ, ടെൻഷനായി ഞാൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു. അങ്ങനെ വീണ്ടും തോൽക്കാൻ പ്രശാന്തയുടെ ജീവിതം ഇനി ബാക്കി. അങ്ങനെ പ്രശാന്തനെ വീണ്ടും തോൽപ്പിച്ചിട്ട് പിന്നെ ഇനിയിപ്പോ ക്ഷീണായില്ലേ, ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു കൂട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായി. നമ്മളൊരു ഉച്ചയോട് കൂടി അവിടെ എത്താമെന്നാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയ കാരണം കൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറെ നടന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആ പ്ലേ ഏരിയയിലെ ഒട്ടുമിക്ക കളികളും മൊത്തം കളിച്ചു കുറെ നേരം. അത് കഴിഞ്ഞപ്പോ ക്ഷീണായി. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഫുഡിങ് ആവാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ ആദ്യം തന്നെ സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളൊരു ചിക്കൻ സൂപ്പാണ്, ക്രീമി ചിക്കൻ സൂപ്പാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിരുന്നത്. സ്വതവേ എനിക്ക് ഈ സൂപ്പ് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാ, ഞാൻ കഴിക്കാറുമില്ല. പക്ഷേ ഈ ചിക്കൻ സൂപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ട് അത്. പിന്നെ ഉച്ചക്കത്തെ മീൽസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞത് ജീര റൈസ്, കോക്കനട്ട് റൈസ്, ക്യാരറ്റ് റൈസ്, പിന്നെ അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് എന്തോ പനീറും ചിക്കനും അങ്ങനെ എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തേട്ടാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ ഫുഡൊക്കെ ഈ സ്റ്റേയിങ്ങും ഫുഡും എല്ലാം ഒരു പാക്കേജ് ആണ് കേട്ടോ. നമ്മൾ അവിടെ അവരുടെ ഇത് ബുക്ക് ചെയ്യുമ്പോഴേ, ഒരു റൂം ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വില്ല ബുക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഭക്ഷണമൊക്കെ. ഈ ഒരു റിസോർട്ടിലെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാല് ഭക്ഷണം ഇത് മാത്രല്ല, പിന്നെ ട്രക്കിങ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. കുമ്പങ്കാച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അതൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മരം റിസോർട്ട് മാമലക്കണ്ടം. ഭയങ്കര മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി അടങ്ങിയ ഒരു സ്ഥലമാണ്. പോരാത്തതിന് അവര് തന്നെ അവിടെ വലിയൊരു പൂളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ വില്ലകളുടെ മുകളിലും പ്രൈവസി ആയിട്ട് കുളിക്കാൻ പറ്റിയ ഓപ്പൺ ബാത്ത് ടബുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട് കേട്ടാ. ആ സമയം കൊണ്ട് ജാനു ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് അവിടെ നിന്ന് എവിടെന്നോ ഒരു പേരയ്ക്കും പൊട്ടിച്ച് റിമ്മേന്റിനെ അന്വേഷിച്ച് നടക്കാണ് കേട്ടാ കാണിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്ന്. ദേ കണ്ടോ, ഒരു ഓറഞ്ച് ഉണ്ടായി നിൽക്കണം നോക്കൂ. ഒന്നല്ല, കുറേ ഓറഞ്ച് അതും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാനത് ഓറഞ്ചാന്ന് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നുണ്ടായില്ല. പിന്നെ കുറേ തവണ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ശരിയാണല്ലോ, ഓറഞ്ചാണല്ലോ ഉണ്ടായി നിൽക്കണേന്ന്. അതുപോലെ തന്നെ അവിടെ റംബൂട്ടാനും കുറേ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായി നിൽക്കണുണ്ടായിട്ടാ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ചെറുതായിട്ട് മഴയുണ്ട് അവിടെ. ഇനി നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ റൂമൊക്കെ ഒന്ന് പോയി കണ്ടാലോ. ലഗേജ് എടുത്തു തുടങ്ങിയപ്പോഴേ അവർ പറഞ്ഞു കേട്ടോ, മാം ലഗേജ് ഒക്കെ ഇവിടെ വെച്ചോളൂ, ഞങ്ങൾ റൂമിലേക്ക് എത്തിച്ചു തരാം, നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടുത്തെ അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസ് ഭയങ്കര അടിപൊളി സർവീസാ. മണിക്കുട്ടിയാണെങ്കിൽ അവിടെ എത്തിയപ്പോ തൊട്ട് പൂൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഞാൻ പൂളൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തു കേട്ടോ, ആ സൈഡിലാണ് പൂളെന്ന്. പ്രശാന്തേട്ടൻ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആവും, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് എന്ത് പരിപാടിയാണ്, അതൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ റൂമിലേക്ക് പോവാണ്. നമ്മൾ 2 റൂം എടുത്തേക്കണേ. രമേശ് ഏട്ടൻ മണിക്കുട്ടിയൊക്കെ കൂടി ഒരു റൂമിലും, ഞാനും പ്രശാന്തേട്ടനും നമ്മുടെ 2 പിള്ളേരും കൂടിയിട്ട് ആ റൂമിലും കേട്ടോ, വേറൊരു റൂമിലും. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആ പോണ വഴിക്ക് അവിടെ നോക്ക് ഒരു ക്രീപ്പർ പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. അതുമൊന്ന് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമായിട്ട് അതിങ്ങനെ കിടക്കണേട്ടോ. അതുമൊന്ന് അതിന്റെ ഫ്ലവേഴ്സ് മാത്രം ഇങ്ങനെ താഴത്തോട്ട് കിടക്കും. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ഫീലാ. അങ്ങനെ ഞങ്ങൾ കയറി
നമ്മുടെ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വാഷ്റൂം ഉണ്ട്, ഒരു വാർഡ്രോബ് സ്പേസ് ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ നമ്മുടെ ബെഡ്റൂം സ്പേസ്, ബെഡ് കോട്ട്. എവിടെയാ ഒരു ഒന്ന് ബാൽക്കണിക്ക് വരുമോ? നൈബേഴ്സ് ആണ് കേട്ടോ നമ്മുടെ. പിന്നെ ഒരു TV യൂണിറ്റ്, അങ്ങനെയാണ് ഒരു റൂം വരുന്നത്. ആ റൂമിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്പൺ ബാത്ത് ടബും അതിനോട് ചേർന്ന് ഒരു വലിയ ബാൽക്കണി സ്പേസ് പോലെ കണ്ടോ. ഇതാണ് ആ പ്ലേസ്. ഭയങ്കര രസമായിട്ടാ കാണാനായിട്ട്. ഏറ്റവും സൂപ്പർ സ്ഥലം ഇതാണ്. എല്ലാ റൂമിൻ്റെയും മേലത്തെ ആ സ്പേസ് ആണ് ഏറ്റവും അടിപൊളി. അവിടെ നിന്ന് നോക്കിയാൽ അങ്ങേ അറ്റം വരെ കാണാം. നോക്ക് എന്തോരം മലകളാണ് എന്ന്. ആ മേഘങ്ങളൊക്കെ നോക്ക് എന്ത് ഭംഗിയാന്നറിയാം. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. രമേശ് ഏട്ടനാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. നിന്നും ഇരുന്നും കിടന്നൊക്കെ രമേശ് ഏട്ടൻ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തോണ്ട് കേട്ടോ. ക്യാമറമാനുള്ള പോസ്റ്റ് നമ്മശിവ് പറയണ കേട്ടോ, ക്യാമറമാനാണല്ലോ പോസ് ഇടുന്നേന്ന്. ഇനി ഞാനും പ്രശാന്തേട്ടനും കൂടി ഞങ്ങളുടെ രണ്ടുപേരും മാത്രം ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരൊക്കെ നീക്കി നിർത്തി ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാട്ടാ. അത് രമേശ് ഏട്ടൻ അതിസാഹസികമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. മണിക്കുട്ടിയാണ് എൻ്റെ വീഡിയോഗ്രാഫർ ഇട്ടാന്ന്. മണിക്കുട്ടിയാണ് വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്ക് രമേശ് ഏട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കണ ചിരി വരുമായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് കിടന്നാലോ? നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് മക്കളെ നമ്മുടെ റൂം. എങ്ങനെയുണ്ടോ ഒന്ന് നോക്കിയേ. എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡും അതുപോലെ തന്നെ നല്ലൊരു എല്ലാ റൂമുകൾക്കും ഉണ്ട് ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഞാൻ പറഞ്ഞല്ലോ, ബാത്റൂം വെറ്റേരിയ ഡ്രൈ ഏരിയ തിരിച്ചേക്കണ ഒരു ബാത്റൂമാണ് കേട്ടോ. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ടും ബാൽക്കണി നിന്നിട്ടും കുറേശ്ശെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യൂ കാണിച്ചേ ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ കണ്ടു നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ ഓടിയിട്ടാ പൂളിലേക്ക് പോകാനായിട്ട്. മണിക്കുട്ടിയും രണ്ട് പിള്ളേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൂളിൽ ഇറങ്ങാനായിട്ടേ. വന്നപ്പോൾ തൊട്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ അവർ കാത്തിരുന്ന് വേഗം അവരാണ് ഏറ്റവും ഫസ്റ്റ് ഡ്രസ്സ് മാറി എത്തിയത്. പൂളി പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളിതേ പൂളിൽ ഇനി അങ്ങോട്ട് ആർത്തുല്ലസിക്കാൻ പോവാണ്. നമ്മുടെ 3 പിള്ളേരുവേ ഫസ്റ്റ് എടുത്തു വെച്ചത് ഈ സ്വിം സ്യൂട്ടും അതിന്റെ കണ്ണാടിയും ആ വെള്ളത്തിന്റെ അടിയിൽ വെക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയും തൊപ്പിയൊക്കെയാണ് കേട്ടോ. ഒരു ഫസ്റ്റ് എന്നെ ഡ്രസ്സ് പാക്ക് ചെയ്തപ്പോൾ എടുത്ത സാധനങ്ങള്. എനിക്ക് നീന്തലൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അച്ഛൻ പറയണേ. പക്ഷെ എനിക്ക് നീന്തൽ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും പ്രശാന്തേട്ടൻ നീന്തൽ അറിയാലോ, എന്നെയും കൊണ്ട് പ്രശാന്തേട്ടൻ നീന്തിയാൽ മതി. ലാസ്റ്റ് പ്രശാന്തേട്ടൻ മുങ്ങിപ്പോയതാണോ മനഃപൂർവ്വം മുങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ഹരിത നീ എന്നെ മുക്കി കൊല്ലാനാണോ ചോദിച്ചു കേട്ടാ. ധീരയായ രമ്യ ചേച്ചിയാണ് കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ആ വെള്ളത്തേക്ക് ഒന്ന് ഇറങ്ങി രമ്യേച്ചിന്ന് ചെന്നപ്പോ തൊട്ട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ അതിന്റെ സമയവും നോക്കിയിരിക്കുകയാണ് കേട്ടോ രമ്യേച്ചി. ആ ഫോൺ കൊടുത്ത് വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുക്കാം നിങ്ങൾ ഇറങ്ങിക്കോന്നും പറഞ്ഞിട്ടിരിക്കുക. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു ആക്രാന്താണ് അല്ലേ. ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റണ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അതിപ്പോ പൂളായാലും ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ ഞാൻ അങ്ങോട്ട് എല്ലാത്തിലും അങ്ങോട്ട് ഇറങ്ങണ ടൈപ്പാണ്. അതിലിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല കേട്ടോ. എനിക്കിതെല്ലാം ഒരു നല്ല ഓർമ്മകളാണ് അല്ലേ, നല്ല ഓർമ്മകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടണേ? നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും നമ്മൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടല്ലേ. അപ്പം ഇതെല്ലാം നമ്മുടെ സന്തോഷങ്ങളാണ്. അതൊന്നും ആരെന്ത് പറയുന്നു വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത് കേട്ടോ. അത് ആരാണെങ്കിലും അവരെന്താ പറയുക ഇവരെന്താ പറയുക അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്.
ഞാൻ അങ്ങനെ ചിന്തിക്കണ ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ ഒരു മടിയും ഇല്ല കേട്ടാ. എല്ലാവരും പണ്ടേ പറയണത് എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാന്നാ. അത് ഞാൻ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കാം. എനിക്ക് നല്ല തൊലിക്കെട്ടി തന്നെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണേന് തൊലിക്കെട്ടി എന്നാ പറയാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് പറയട്ടെ അല്ലേ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും പ്രകൃതിനെയും എല്ലാം സ്നേഹിക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചു കൂടുതൽ നമ്മളെയും സ്നേഹിക്കണം കേട്ടാ. എന്നാലേ നമുക്ക് അത് ആ ഒരു സംഭവം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും നല്ല സന്തോഷമായിട്ട് നോക്കാനും അവരും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അയ്യോ, ഞാൻ പറഞ്ഞത് എങ്ങോട്ടാ പോയേ? ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാണ് കേട്ടാ. ഇതാ പറയണേ, ഞാൻ സംസാരിച്ചു തുടങ്ങി ആ ഒരു ബെല്ലും ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ നമ്മള് പൂളിലത്തെ പരിപാടികളെല്ലാം തീർത്ത് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കുറച്ചു നേരം കൂടി ആ ബാൽക്കണിയിൽ ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് താഴേന്ന് വിളി വന്നു, അതാ സ്നാക്സും ചായയുടെ ഒക്കെ ടൈം ആയിട്ടുണ്ട്, താഴത്തോട്ട് പോന്നോളൂന്ന് കേട്ടാ. പിന്നെ ഞങ്ങൾ താഴത്തോട്ട് പോകാനായിട്ട് രമേശേട്ടനൊക്കെ വിളിച്ച് താഴത്തോട്ട് പോന്നു. അവിടെയാണെങ്കിലുണ്ടല്ലോ ഒരു കുഞ്ഞ് ചായക്കട സെറ്റപ്പ് ആക്കിയേക്കാണ് കേട്ടോ അവർ. നല്ല ചൂട് കായബജ്ജിയും കുഞ്ഞു കുഞ്ഞ ഉണ്ടമ്പൊരും കുട്ടികൾക്ക് ഇഷ്ടമാവണ പോലെ കുറച്ച് മിഠായികൾ, പണ്ടത്തെ കാലത്തെ മിഠായികൾ ഉണ്ടല്ലോ, ചെണ്ട മിഠായി, നാരങ്ങ മിഠായി, പിന്നെ ഉള്ളിലൊരു കപ്പലണ്ടിയൊക്കെ വെച്ചിട്ടൊരു മിഠായില്ലേ, അത് അതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ആ കടയിലുണ്ട് കേട്ടാ. കുഞ്ഞൊരു പെട്ടിക്കട. അങ്ങനെ നമ്മൾ ചായയും കാപ്പിയൊക്കെ ഓർഡർ കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറേ ഫാമിലി വേറെ ഉണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ ഇടയിൽ അവർ നമുക്ക് മെനു കാർഡ് തന്നു കേട്ടോ. ഡിന്നറിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് പ്രീ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോഴത്തേക്ക് അവർക്കത് റെഡിയാക്കി വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഡിന്നറിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോന്നു കേട്ടോ. അപ്പം നോക്കിയേ, ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. കോട ഇറങ്ങുന്നത് കണ്ടോ? മഴ പെയ്ത് കഴിഞ്ഞ് ഈ കോടയൊക്കെ ഒരൊറ്റ പോകും കേട്ടോ. അങ്ങനെയാണ്, ഭയങ്കര വ്യൂ ആണ് അവിടുന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് മേലെ കയറിയിട്ട് കാണണം എന്നും പറഞ്ഞിട്ട് മണിക്കൂട്ടി മേലെ കയറി തുടങ്ങി. ഞാനും ഉണ്ട് മണിക്കൂട്ടി, എനിക്കും കാണണം, കുറച്ച് വീഡിയോസ് എടുക്കണം, നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും കയറിയിട്ട കൂടെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ ആ റൂമിന്റെ മേലെ ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓപ്പൺ ബാത്ത് ടബ് ഒക്കെ ആയിട്ട് ഇതുപോലൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്പേസ് ഇതാണ് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയേ നിങ്ങൾ, എന്ത് ഭംഗിയാ നോക്കിയ ആ കോട. മണിക്കുട്ടി അതൊക്കെ കണ്ട് ഇറങ്ങിപ്പോയിട്ടോ. എനിക്കത് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഞാൻ കുറേ നേരം അതങ്ങനെ നോക്കി നിന്നോട്ടാ. ആ കേൾക്കുന്ന സൗണ്ട് ഏതോ ഒരു കിളിയുടെ, എനിക്ക് തോന്നുന്നു വേഴാമ്പലിന്റെ ആണെന്ന് കേട്ടാ. ആ കോടയുടെ ഇടയിലൂടെ അവിടെ ഒരു ഒഴുകുന്ന ഒരു ചെറിയൊരു അരുവി ഞാൻ കണ്ടുപിടിച്ചു കേട്ടാ. അതാ ഞാൻ ഈ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കണേട്ടാ. ഞാൻ തിരിച്ച് റൂമിൽ വന്നപ്പോ ഇവിടെ രണ്ടുപേര് കിടക്കേമ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അവര് ടിവിയിൽ ഏതോ ഒരു മൂവി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ കിടക്കണ ആ കിടക്കേമെന്നേ നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ബാൽക്കണിയുടെ അവിടേക്ക് ഫുൾ ഗ്ലാസ് ഇട്ട ഒരു വിൻഡോ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങോട്ട് കാണാനുള്ള വ്യൂ ഒക്കെ ഇവിടെ ഇരുന്നാലും കാണാട്ടാ. കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാട്ടാ. ഒന്നും പറയാനില്ല. ഏറ്റവും സുന്ദരമായിട്ടുള്ള സമയം ഇതാണെന്ന് എനിക്ക് തോന്നണേ. ആ ഈവനിങ് സമയം ഉണ്ടല്ലോ, ആ മലനിരകളിലേക്ക് കോട ഇറങ്ങുന്ന സമയം അതാണെന്ന് എനിക്ക് തോന്നണേ. ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് വന്നാലേ നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആവൂട്ടാ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ചു നേരം വന്ന് കുട്ടികളുടെ കൂടെ അവിടെ കിടന്ന് അവർ കാണുന്ന മൂവിയിൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നല്ല, എന്നാലും അവരുടെ കൂടെ കുറച്ചു നേരം അവിടെ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടാ. പ്രശാന്തേട്ട അപ്പുറത്തെ റൂമിൽ രമേശിയോടൊക്കെ കത്തി വെച്ചിരിക്കുകയാണ്. എന്നാലും ഇവരിവിടെ തന്നെയല്ലേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. ഇത്തിരി നേരം ഇരുന്നിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടാ. പിന്നെ ഞാനും രമേശിയുടെ ഒക്കെ റൂമിൽ പോയിട്ട് കുറേ നേരം കത്തി വെച്ചിരുന്നു. പ്രശാന്തേട്ടൻ കുറേ തള്ളി മറിക്കണ്ടായി. ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് തള്ളിമറിച്ചിരുന്നു. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായി ഒരു 7 മണി 7:30 താഴേക്ക് വരണം. കുമ്പങ്കാച്ചിൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആദിവാസി വിഭാഗത്തിന്റെ ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അതായത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു ഫുഡ് ഉണ്ട്. അത് അവർ തന്നെ വന്ന് ഉണ്ടാക്കി, ഒരു ചെല്ലപ്പൻ ചേട്ടനുണ്ട്, ആള് തന്നെ വന്ന് ഉണ്ടാക്കി തരും. അപ്പൊ അത് കഴിക്കാനായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴേന്ന് എനിക്ക് വിളി വന്നു കേട്ടാ. ഇനി പതുക്കെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ പൂൾ സൈഡിന്റെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്. അവിടെയായിട്ട് കുംഭം കാച്ചലിനുള്ള എല്ലാ സെറ്റപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതുപോലെ തന്നെ ചെല്ലപ്പൻ ചേട്ടനും കുറേ അധികം വേറെ ആൾക്കാരും ഒക്കെ വന്നിട്ട് അവിടെ സെറ്റായിട്ട് ഇരുന്നിട്ട് തുടങ്ങാണ് കേട്ടോ നമ്മുടെ കുംഭം കാച്ചൽ. അപ്പം അതിന് മുമ്പ് ദേ ചെല്ലപ്പൻ ചേട്ടൻ ആ ഉണ്ടാക്കുന്ന കുംഭം എന്ന് പറഞ്ഞാൽ ആ മുളയുണ്ടല്ലോ അത് കൊണ്ടൊന്ന് കാണിച്ചു തന്നു കേട്ടോ. ഈ അറ്റം തൊട്ട് ആ അടി വരെ അതിന് ഓട്ടയുണ്ട്. അടിഭാഗത്താണ് മറ്റേ ഒരു ഇത് വരുന്നത്. അതായത് സാധാ മുളകളുടെ പോലെ ഇടയിൽ ജോയിന്റ് വരുന്നില്ല, ഏറ്റവും അടിയിലാണ് കേട്ടോ അതിൻ്റെ ജോയിന്റ് വരുന്നത്. അപ്പം അതിലേക്ക് ഇതേ സവാള, ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിൽ ആളിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുംഭം കാച്ചിൽ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. അതിൽ ഈ കുംഭം എന്ന് പറയുന്നത് ആ മുളേനെയാണ് കേട്ടോ, ഒരു ഗ്രീൻ കളർ മുള കണ്ടോ അതിനെയാണ് കേട്ടോ. ഇതിൽ പുട്ട് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന പറയണേ. നമ്മുടെ സാധാരണ കുക്കറുമയോ ആവി വരുന്ന സംഭവത്തുമ്മ ഇത് കയറ്റി വെച്ചിട്ട് അടിയിലൊരു ഓട്ട ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൽ പുട്ട് വരെ ഉണ്ടാക്കാന്നാ പറയണേ. കുറേ നാൾ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ചെല്ലപ്പൻ ചേട്ടൻ. പിന്നെ ചെല്ലപ്പൻ ചേട്ടൻ ആളൊരു ഫ്രീക്കനാണ് കേട്ടാ. അടിപൊളി ഡാൻസും ഒക്കെ ആയിരുന്നു, നല്ല സംസാരവും നമുക്കെല്ലാം പറഞ്ഞു തരും. നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. കൂട്ടത്തിൽ ഒരുപാട് അടിച്ചുപൊളി പാട്ടുകളും വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ചു ഞങ്ങൾ കേട്ടാ. കുംഭംകാച്ചിൽ എന്തായാലും ഒരു സ്പെഷ്യൽ അനുഭവമാണ്, വേറൊരു റിസോർട്ടിലും കിട്ടാത്ത ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മുടെ മരം റിസോർട്ടിൽ അവർ പ്രൊവൈഡ് ചെയ്യണത് കേട്ടാ. ഇതെന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കുംഭംകാച്ചിൽ എങ്ങനെയാ ഉണ്ടാക്കണേന്ന് വെച്ചാൽ ആ ചിക്കനില് സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടു. അതുപോലെ മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് മിക്സ് ആക്കി എന്നിട്ട് നമ്മുടെ ഈ കുംഭം എന്ന് പറഞ്ഞ മുളയുടെ ഉള്ളിലേക്ക് നല്ലോണം പുട്ട് നിറയ്ക്കണ പോലെ നിറച്ചു. അത് കഴിഞ്ഞ് അതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ ആ മുളയുടെ തന്നെ ഇല മുകളിൽ തിരികെ വെച്ചു. ഇനി അത് ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ തീയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ആള് തിരിച്ചു കൊടുക്കേണ്ട ഇടയ്ക്ക് എല്ലാ സൈഡും വേവാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആവിയൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾക്ക് സ്മെല്ലൊക്കെ വന്നിട്ടേ വായേന്ന് വെള്ളം വരികയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചെല്ലപ്പൻ ചേട്ടൻ പൊളിയാണെന്ന്. ദേ ചെല്ലപ്പൻ ചേട്ടൻ ഡാൻസ് തുടങ്ങിയിട്ടാ. അതവിടെ വേവാൻ വെച്ചിട്ടേ ആള് കണ്ണിമാങ്ങ പ്രായത്തില് പാട്ടിന് ഡാൻസ് കളിക്കാണ് കേട്ടാ, നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടിന്. ആള് കളിക്കണ കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒന്ന് തുള്ളാനൊക്കെ തോന്നി പോകൂട്ടാ. അതിന്റെ ഇടയിൽ ജാനുവിനെ ആള് എടുത്തിട്ടുണ്ട്, ജാനുവിനും കൂടെ കൂട്ടിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. ജാനുവിന് ചെറിയൊരു നാണൊക്കെ കേട്ടാ, പരിചയമില്ലാത്തൊരു സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാരും ആണല്ലോ. അതുകൊണ്ട് ജാനുവിന് അങ്ങോട്ട് കളിക്കാൻ അങ്ങോട്ട് ഒരു ഇത് വരുന്നില്ല. എന്തായാലും ചെല്ലപ്പൻ ചേട്ടൻ നല്ല ഫോമിലായിരുന്നു കേട്ടാ. ആളിത് കളിക്കണുണ്ട്, അതിൻ്റെ ഇടയിൽ ഓട്ടിപ്പോയി അത് തിരിച്ചു വെക്കണുണ്ട്. ഇപ്പൊ പതുക്കെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതിൽ നിന്ന് ചെറിയ ആവി, ഇങ്ങനെ പുട്ടിന്റെ ആവി വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ, കുംഭംകാച്ച്. അപ്പൊ ആദ്യം തന്നെ അതിന്ന് വരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ അത് 2 പ്ലേറ്റിലേക്ക് ആയിട്ട് ആൾ ഒഴിച്ചു വെക്കുകയാണ്. ഇനി അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെട്ട് കത്തിയോണ്ട് 2 സൈഡും കീറി ഇനി അത് പൊളിച്ചാണ് എടുക്കാൻ പോണേ കേട്ടാ. പൊളിക്കുമ്പോ പുട്ട് വെച്ചണ പോലെ ഇരിക്കും കേട്ടാ മൊത്തത്തില്. കണ്ടോ അത് തുറന്നപ്പോ ഇരിക്കണത് ശരിക്കും ആ മുളയുടെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അത് 2 പ്ലേറ്റുകളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഓരോ ചെറിയ ഓടത്തിലാക്കിയിട്ട് തരും കേട്ടാ. ഓ ആ ചൂട് പറക്കണ സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവണില്ലേ? അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ചേട്ടൻ ഒരു ഇത്തിരി എടുത്ത് വായലും ഇട്ടു കേട്ടോ. എനിക്ക് നല്ല മാതിരി കൊതിയായി കേട്ടോ. അത് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങള്. അതിന്റെ മേലെ കൂടെ കുറച്ച് പച്ച സവാളയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആളതേ. ചെറിയ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇനി അതിലാക്കിയിട്ട് നമുക്കൊന്ന് തട്ടാട്ടാ. നമ്മൾ ഏതൊക്കെ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റൈല് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതൊക്കെ വേറെ രുചിയാണ്, നല്ല രുചികളായിരിക്കാം. പക്ഷെ ഇതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടാ. ആ മുളയിലിട്ട് നേരിട്ട് ആ തീയിലേക്ക് ഇട്ട് എടുത്ത കാരനാണോന്ന് അറിയില്ല. അടിപൊളിയായിരുന്നു. പ്രശാന്ത് ഏട്ടനൊക്കെ പറയായിരുന്നു ഒരു ഇത്തിരി കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു, ഇത് തീരെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും പേരില്ലേ, അത്രയും വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുള്ള് പൊളി ഡാൻസ് മോഡായിരുന്നു കേട്ടാ. അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു പൊളി പാട്ടുകളൊക്കെ വെച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അടിച്ചു പൊളിക്കായിരുന്നു കേട്ടാ. ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് പൊളിച്ചു കേട്ടാ ഞങ്ങള്. ഒന്നും വിചാരിക്കരുത്, അടിച്ചുപൊളി പാട്ടൊക്കെ കേട്ടെ എനിക്ക് അങ്ങനെ ഇരിപ്പ് ഉറക്കില്ല. ഇത്ര നേരം തന്നെ ആ കുംഭം നോക്കിയിട്ടാണ്, കുംഭം കാച്ചിലും നോക്കി വെയിറ്റ് ചെയ്താണ് ഇത്ര നേരം തന്നെ പിടിച്ചിരുന്നത്. അടിച്ചുപൊളി പാട്ടുകൾ അവർ ചെന്നപ്പോ തൊട്ട് വെക്കണേ. അങ്ങനെ വലിയൊരു ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് വെയ്യാണ്ടായി. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് പറയാം ഞാൻ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും താഴേക്ക് പോവാട്ടാ. ഭക്ഷണം റെഡിയാന്ന് പറഞ്ഞിട്ട് താഴേന്ന് കോളൊക്കെ വന്നിട്ടുണ്ട്. രമ്യച്ചി എന്താ പറയണേന്നാ, 2
ഫ്ലവേഴ്സിന്റെ ഇടയിലാണ് ജാനു ഇരിക്കണേ. എന്തായാലും സെറ്റപ്പ് എന്നാ പറയണ രമ്യേച്ചി. ജാനുവിനെ വെറുതെ പൊക്കന്താ. അങ്ങനെ പ്രശാന്ത് ഏട്ടന് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നംശിവ് വീഡിയോ എടുത്തേ നംശിവിനെ വീഡിയോയിൽ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നീ അവിടെ ഇരിക്കും, ഞാൻ നിന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ എടുത്തതാണ് കേട്ടാ. അങ്ങനെ ആദ്യം സാലഡ് വന്നു. പിന്നെ അതിന് ശേഷം എന്തേ സൂപ്പ് വന്നു. അപ്പൊ ഇതെന്താ മീ സൂപ്പ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് ചിക്കൻ സൂപ്പ് തന്നെയാണ്. ഉച്ചയ്ക്കുണ്ടായത് വൈറ്റ് ക്രീമി ചിക്കൻ സൂപ്പായിരുന്നു. ഇപ്പോഴത്തെ ഗ്രീൻ സ്പൈസി സൂപ്പാണ്, ചിക്കൻ തന്നെ. അപ്പൊ അവൻ പറയണ എരിവുണ്ടിട്ടമ്മേ. ഞാൻ പറഞ്ഞു എരിവുള്ളല്ലേ നല്ലത് എന്ന് പറഞ്ഞു. എരിവുള്ളത് കൊണ്ട് തന്നെ ജാനു അധികം കുടിച്ചില്ല കേട്ടോ. ജാനുവിന്റെ കൂടി ഞങ്ങളെല്ലാരും കൂടി കുടിക്കുക ചെയ്തത്. എങ്ങനെയുണ്ടമ്മേ? ഞാനെന്താ ചിരിക്കണേന്നാ, ഞങ്ങളെല്ലാവരും ഇരുന്നു. ഞങ്ങൾക്ക് സാലഡും സൂപ്പൊക്കെ കിട്ടി. പ്രശാന്ത് ഏട്ടൻ കോൾ ചെയ്തുകൊണ്ട് നടക്കണോണ്ട് എന്നെ പ്രശാന്ത് ഏട്ടൻ അവിടെ വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയണ ചേട്ടൻ ഇവിടെ വന്ന് ഇരുന്നാ ചേട്ടനും കൂടി കിട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചെഴുന്നേറ്റ് പോകൂട്ടാന്ന്. അങ്ങനെ ഞങ്ങള് അടിപൊളി ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഒരു റീൽസിനുള്ള പ്രാക്ടീസിലാണ്. ഈ റീല് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അതിനുള്ള ഭയങ്കര പ്രാക്ടീസിലാണ്. ഇനി അടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. എന്താന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം അങ്ങോട്ട് കൂടിപ്പോയി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.